വെൽക്കം ടു എജൂസ് അക്കാഡമി. അപ്പോൾ എജൂസ് അക്കാഡമിയുടെ വേറൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കോഡുകളുടെ പെരുമഴ എന്ന് പറഞ്ഞിട്ടൊരു സീസൺ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് എഡിഷൻ എല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കതിൽ ഒത്തിരി നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയത്. പലരും പറഞ്ഞിരുന്നു ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. സോ അവരുടെ എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് തന്നെ നമ്മൾ ഇന്ന് സെക്കൻഡ് സീസൺ കേട്ടോ, അതായത് കോഡുകളുടെ പെരുമഴ എന്ന എപ്പിസോഡിന്റെ സെക്കൻഡ് സീസൺ നമ്മൾ ഇന്ന് ചെയ്യുകയാണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു നമ്മുടെ കോഡുകളുടെ രീതിയിൽ പഠിച്ചിരുന്നത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് OBGയിൽ നിന്നുള്ള കോഡുകളാണ് കേട്ടോ. അതായത് OBGയിൽ നിന്നുള്ള കോഡുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ ആക്ച്വലി 1-2 പേര് കുറച്ച് ഡൗട്ട് ഒക്കെ കമന്റ് ചെയ്ത് ചോദിച്ചിരുന്നു. ഇൻ കേസ് നിങ്ങൾ കഴിഞ്ഞ, അതായത് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് കണ്ടിട്ടില്ല എങ്കിൽ ദയവായി കാണുക. സോ അതില് ഇൻഫ്ലുവൻസ വാക്സിനെ കുറിച്ച് പലരും ഡൗട്ട് ചോദിച്ചിരുന്നു. അതായത് ഇൻഫ്ലുവൻസ വാക്സിൻ ലൈവിലും ഇനാക്ടിവേറ്റഡ് വാക്സിനും പറയുന്നുണ്ടല്ലോ, അങ്ങനെ 2 വാക്സിൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. സോ അവർക്ക് ആക്ച്വലി ഞാൻ ആ കമന്റിൽ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരുടെയും അറിവിലേക്ക് പറയട്ടെ. ഇൻഫ്ലുവൻസ വാക്സിൻ നമുക്ക് 2 തരത്തിൽ അവൈലബിൾ ആണ് കേട്ടോ. അതായത് ലൈവ് വാക്സിൻ അവൈലബിൾ ആണ്, കൂടാതെ ഇനാക്ടിവേറ്റഡ് ആയിട്ടുള്ള വാക്സിനും അവൈലബിൾ ആണ്. അപ്പോൾ ലൈവ് വാക്സിൻ നമ്മൾ സാധാരണ കൊടുക്കുക ഇൻട്രാ നെയ്സിലാണ് കേട്ടോ. അതായത് നെയ്സൽ സ്പ്രേ ആയിട്ടാണ് നമ്മൾ ലൈവ് വാക്സിൻ കൊടുക്കുക. കൂടാതെ ഇനാക്ടിവേറ്റഡ് വാക്സിൻ നമ്മൾ കൊടുക്കുക ഇൻട്രാ മസ്കുലർ റൂട്ടിലാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇൻഫ്ലുവൻസ വാക്സിൻ 2 എടുത്ത് പറയാനായിട്ട് ഇടവന്നത്. നമ്മൾ ഇന്ന് കോഴ്സ് OBG ആണ്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ കേട്ടോ. എൻഡോമെട്രിയൽ ക്യാൻസർ എല്ലാവർക്കും അറിയാമായിരിക്കും. സോ സാധാരണ ഇവിടെ നിന്നൊക്കെ ചോദിക്കുന്നത് വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റിസ്ക് ഫാക്ടർ ഓഫ് എൻഡോമെട്രിയൽ ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഓർത്തിരിക്കാം? ഓൾഡ് AC കേട്ടോ. അതായത് ഓൾഡ് AC ഉപയോഗിക്കുന്നവർക്കാണ് സാധാരണ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള റിസ്ക്. അങ്ങനെ ഓർത്ത് പഠിച്ചാൽ മതി കേട്ടോ. ഫണ്ണി ആയിട്ട് തന്നെ പഠിച്ചാൽ മതി. ഓൾഡ് ആയിട്ടുള്ള AC ഉപയോഗിക്കുന്നവർക്കാണ് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള റിസ്ക്. അപ്പം O for obesity കേട്ടോ, obesity. Then L for late menopause, then D for diabetes, then A for anovulation, അതായത് ഓവുലേഷന്റെ ആബ്സെൻസ്, എസ്പെഷ്യലി ഈ PCOS, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഡിസീസിൽ വരുന്ന അനോവുലേഷൻ. കൂടാതെ C for ക്യാൻസർ, അതായത് ഫാമിലി ഹിസ്റ്ററി ഓഫ് ലിഞ്ച് സിൻഡ്രോം ഒക്കെ ഉള്ളവർക്ക് ഈ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ്, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ കൂടുതലാണ്. അപ്പൊ എന്താണ് ഈ ലിഞ്ച് സിൻഡ്രോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക് ഡിസോർഡർ ആണ്. ഈ ലിഞ്ച് സിൻഡ്രോം ഉള്ളവർക്ക് സാധാരണ ഈ എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലാണ്. നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൺട്രാഇൻഡിക്കേഷൻസ് ഫോർ ഓക്സിറ്റോസിൻ യൂസ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിറ്റോസിൻ ആസ് സച്ച് ഡ്രഗ് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്സിറ്റോസിന്റെ ഹാഫ് ലൈഫ് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കോൺട്രാഇൻഡിക്കേഷൻസ് ഓഫ് ഓക്സിറ്റോസിൻ യൂസ്. ഓക്സിറ്റോസിൻ ഏതൊക്കെ കണ്ടീഷൻസിലാണ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആയിട്ട് വരിക? എക്സാമിന് ചോദിക്കും കേട്ടോ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോൺട്രാ ഇൻഡിക്കേഷൻ, അല്ലെങ്കിൽ വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ഓക്സിറ്റോസിൻ യൂസ് എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതിലെ ഒന്നാമത് അതിന്റെ ന്യൂമോണിക് എന്താണ്? അതിന്റെ കോഡ് എന്താണ്? ഹാപ്പി കേട്ടോ, ഹാപ്പി. അപ്പോ H ഫോർ ഹൈപ്പർടോണിക് യൂട്രസ്, അതായത് യൂട്രസിന്റെ ടോണിസിറ്റി ഒത്തിരി കൂടിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ഓക്സിറ്റോസിൻ യൂസ് ചെയ്യാറില്ല. Then A ഫോർ അബ്രപ്ഷ്യോ പ്ലാസെന്റേ കേട്ടോ. അബ്രപ്ഷ്യോ പ്ലാസെന്റയില് നമ്മൾ ഓക്സിറ്റോസിൻ യൂസ് ചെയ്യാറില്ല. എന്താണ് അബ്രപ്ഷ്യോ പ്ലാസെന്റ? അതായത് പ്രിമച്വർ സെപ്പറേഷൻ ഓഫ് നോർമലി സിറ്റുവേറ്റഡ് പ്ലാസെന്റ അല്ലെ, അതാണ് നമ്മുടെ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുന്നത്. അതായത് പ്രിമച്വർ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്ലാസെന്റയാണ് നമ്മൾ അബ്രപ്ഷ്യോ പ്ലാസെന്റ എന്ന് പറയുക. Then P ഫോർ പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ, അതായത് പ്രീവിയസ് സിസേറിയൻ സെക്ഷൻ എല്ലാം അല്ല, പക്ഷെ ക്ലാസിക്കൽ ആയിട്ടുള്ള പ്രീവിയസ് സിസേറിയൻ സെക്ഷനിലെ ഓക്സിറ്റോസിൻ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും എന്താണ് സാർ ഈ ക്ലാസിക്കൽ സിസേറിയൻ സെക്ഷൻ അല്ലെ? അപ്പം സാധാരണ നമ്മൾ ഇപ്പോഴൊക്കെ ചെയ്യുന്ന സർജറീസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ സിസേറിയൻ സെക്ഷൻ എന്താണ്? ലോവർ സെഗ്മെന്റ് LSCS എന്ന് പറയും. LSCS അതായത് ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷൻ. നമ്മുടെ അബ്ഡോമിന്റെ ലോവർ റീജിയനിൽ എന്താണ് ഒരു ട്രാൻസ്വേഴ്സ് ആയിട്ടുള്ള ഇൻസിഷൻ ഇടും അല്ലെ, ഇങ്ങനെ. അതായത് ഇപ്പൊ നമ്മൾ ചെയ്യുന്നതേ, സപ്പോസ് ഇത് പേഷ്യന്റ് ആണ്, ഇത് അംബ്ലിക്കസ് ആണ് എങ്കിൽ ലോവർ സെഗ്മെന്റ് സിസേറിയൻ സെക്ഷനിൽ നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ താഴെ ലോവർ അബ്ഡോമിനില് നമ്മൾ ട്രാൻസ്വേഴ്സ് ആയിട്ട് ഒരു ഇൻസിഷൻ ഇടും. പക്ഷെ ക്ലാസിക്കൽ
ക്ലാസിക്കൽ സിസേറിയൻ സെക്ഷനിൽ എന്താ സംഭവിക്കുക? വേർട്ടിക്കൽ ഇൻസിഷൻ ആയിരിക്കും കേട്ടോ, വേർട്ടിക്കൽ ഇൻസിഷൻ ആയിരിക്കും വരിക. ഇതിലാണ് ക്ലാസിക്കൽ സിസേറിയൻ സെക്ഷനില്. അപ്പം അങ്ങനെ പ്രീവിയസ് ക്ലാസിക്കൽ സിസേറിയൻ സെക്ഷൻ ആണെങ്കിൽ ഈ ഓക്സിറ്റോസിന്റെ യൂസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ് എന്ന് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് P4 പ്രീ ടേം ലേബർ വിത്ത് റിസ്ക് ഫോർ യൂട്രൈൻ റപ്ചർ. അതായത് ലേബർ പ്രീ ടേം ആണ്, കൂടാതെ യൂട്രസിന്റെ റപ്ചറിന് സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഓക്സിറ്റോസിൻ കൊടുക്കാറില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വൺ പറയുന്നത് യു എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് റെഫ്യൂസൽ. പേഷ്യന്റ് പറയാണ് എനിക്ക് ഓക്സിറ്റോസിൻ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അതൊരു കോൺട്രാ ഇൻഡിക്കേഷൻ ആണ് കേട്ടോ. അപ്പം കോൺട്രാ ഇൻഡിക്കേഷൻ ഫോർ ഓക്സിറ്റോസിൻ യൂസ് എന്താണ്? ഹാപ്പി ഹൈപ്പർടോണിക് യൂട്രസ്, A for abruptio placenta, P for previous cesarean section, അതായത് previous classical cesarean section. Then again P for preterm labor with risk of uterine rupture, and Y is U or patient refusal. Then വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടോർച്ച് ഇൻഫെക്ഷൻസ് ഇൻ പ്രഗ്നൻസി. അല്ലെ, നമ്മൾ എപ്പോഴും പറയുന്നതാണ് ടോർച്ച് ഇൻഫെക്ഷൻസ് ഇൻ പ്രഗ്നൻസി. എന്തൊക്കെയാ അതിൽ വരിക? ഒന്ന് ടോക്സോപ്ലാസ്മോസിസ് കേട്ടോ, ടോക്സോപ്ലാസ്മോസിസ്. Then O for others, അത് എന്തൊക്കെയാ വരിക? സിഫിലിസ്, വേരിസെല്ല, പാർവോ വൈറസ് B19 ഒക്കെ ഈ അതേഴ്സിൽ വരും കേട്ടോ. ഈ പാർവോ വൈറസ് B19 എന്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാർവോ വൈറസ്, അതായത് പാർവോ വൈറസ് കാരണം വരുന്ന ഇൻഫെക്ഷൻ ആണ് പാർവോ വൈറസ് B19. അതിന് വേറൊരു പേരുണ്ട്, ഫിഫ്ത്ത് ഡിസീസ് എന്ന് പറയും കേട്ടോ, ഫിഫ്ത്ത് ഡിസീസ്. ഫിഫ്ത്ത് ഡിസീസ് എന്ന് പറയും. കൂടാതെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ലാബ്ഡ് ചീക്ക് അപ്പിയറൻസ് കേട്ടോ, സ്ലാബ്ഡ് ചീക്ക് അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് സ്ലാബ്ഡ് ചീക്ക് അപ്പിയറൻസ്? അതായത് നമ്മുടെ ഈ ചെകിടത്ത് ആരാണ്ട് അടിച്ചതുപോലെ, സ്ലാപ്പ് ചെയ്തതുപോലെയുള്ള അപ്പിയറൻസ് ആയിരിക്കും ഈ ഫിഫ്ത്ത് ഡിസീസ് അല്ലെങ്കിൽ പാർവോ വൈറസ് B19 ഇൻഫെക്ഷൻ വരുന്നവരിൽ കാണുക. സോ അതുകൊണ്ടാണ് ഇതിനെ സ്ലാബ്ഡ് ചീക്ക് അപ്പിയറൻസ് എന്ന് പറയുക. Then R for rubella, then C for cytomegalovirus, and H for herpes simplex virus കേട്ടോ. അപ്പം ഈ ടോർച്ച് ഇൻഫെക്ഷൻസിൽ എന്തൊക്കെയാ വരിക? T for toxoplasmosis, O for others, അതായത് അതേഴ്സിലെ സിഫിലിസ്, വേരിസെല്ല, പാർവോ വൈറസ്, R for rubella, C for cytomegalovirus, and H for herpes simplex virus കേട്ടോ. അപ്പം ഇത്രയാണ് ടോർച്ച് ഇൻഫെക്ഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കോസസ് ഓഫ് PPH. PPH ആസ് സച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പോസ്റ്റ്പാർട്ടം ഹെമറേജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഈ കോസസ് ഓഫ് PPH എന്താണത്? 4 T's ആണ് അതിന്റെ കോഡായിട്ട് വരിക. എന്തൊക്കെയാണ്? ഫസ്റ്റ് T for ടോൺ അല്ലെങ്കിൽ യൂട്രൈൻ അറ്റോണി, യൂട്രസിന്റെ ടോണിസിറ്റിയിൽ വരുന്ന മാറ്റം. Then T for ട്രോമ, അതായത് പെരിനിയൽ ടിയർ, യൂട്രൈൻ റപ്ചർ. Then again T for ടിഷ്യൂ, എന്താണ്? റീറ്റൈൻഡ് പ്ലാസെന്റ, പ്ലാസെന്റൽ ബിറ്റ്സ് യൂട്രസിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അതും PPH ഉണ്ടാക്കാനുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. Then T for ത്രോംബിൻ, അതായത് പേഷ്യന്റിന് കൊയാഗുലേഷൻ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതും ഈ PPH-ലേക്ക് ലീഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇതിലും ചോദിക്കുക വിച്ച് ഇസ് ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് PPH എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണത്? ടോണിസിറ്റി ആണ്, അല്ലെങ്കിൽ യൂട്രൈൻ അറ്റോണിയാണ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് PPH ആയിട്ട് പറയുക. അപ്പോൾ നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത് ഫണ്ടൽ ഹൈറ്റ് ലെസ് ദാൻ പീരീഡ് ഓഫ് അമെനോറിയ. അപ്പൊ എല്ലാവർക്കും അറിയാല്ലേ എന്താണ് പ്രഗ്നൻസിയുടെ സമയത്ത് സാധാരണ അമെനോറിയ ഉണ്ട്. അപ്പോ ഈ അമെനോറിയയുടെ ഡ്യൂറേഷൻ വെച്ചിട്ട് ഫണ്ടൽ ഹൈറ്റിന്റെ വ്യത്യാസം ഉണ്ടാവും. അതായത് ഈ പ്രഗ്നൻസി കൂടുന്നതനുസരിച്ച് ഫണ്ടൽ ഹൈറ്റ് കൂടും, അതേസമയം ഒരു എക്സ്റ്റെൻഡ് എത്തിയിട്ട് അത് പിന്നെ താഴും അല്ലെ, ഫണ്ടൽ ഹൈറ്റ് താഴും, അതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോ ഈ ഫണ്ടൽ ഹൈറ്റ് ലെസ് ദാൻ പീരീഡ് ഓഫ് അമെനോറിയയിൽ വരുന്ന കോഡ് ടോമി കേട്ടോ, ടോമി. T എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്വേഴ്സ് ലൈ. സാധാരണ നോർമൽ ലൈ ഏതാണ്? നോർമൽ ലൈ ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയുമ്പോൾ കുഞ്ഞ് സാധാരണ ഇങ്ങനെ ആയിരിക്കും കിടക്കുക. ട്രാൻസ്വേഴ്സ് ലൈ എന്ന് പറയുമ്പോൾ കുഞ്ഞിന്റെ ചെരിഞ്ഞിട്ടായിരിക്കും കിടക്കുക. ഇതാണ് ട്രാൻസ്വേഴ്സ് ലൈൻ. അപ്പോ നെക്സ്റ്റ് O for ഒളിഗോ ഹൈഡ്രാമിനോസ്, അതായത് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ അളവ് കുറയുന്നു അല്ലെ, 200 ml കുറയുന്നതിനാണ് നമ്മൾ ഒളിഗോ ഹൈഡ്രാമിനോസ് എന്ന് പറയുക. M for മിസ്റ്റേക്കൺ ഡേറ്റ്സ്, അതായത് അമ്മ പറഞ്ഞപ്പോൾ മാറിപ്പോയി, ഡേറ്റ്സ് നമ്മൾ മിസ്റ്റേക്കൺ ആയിട്ട് എടുത്തു. I for ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. സോ അപ്പൊ ഇതാണ് ഫണ്ടൽ ഹൈറ്റ് ലെസ് ദാൻ പീരീഡ് ഓഫ് അമെനോറിയയുടെ എന്താണ് കോഡായിട്ട് വരുന്നത്? ടോമി. T for ട്രാൻസ്വേഴ്സ് ലൈ, O for ഒളിഗോഹൈഡ്രാമിനോസ്, M for മിസ്റ്റേക്കൺ ഡേറ്റ്സ്, ആൻഡ് I for ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെറിവേറ്റീവ്സ് ഓഫ് ജേം ലെയേഴ്സ് ഓഫ് എക്ടോഡേം. നമ്മുടെ എക്ടോഡേമിന്റെ ജേം ലെയേഴ്സ് ഏതൊക്കെയാണ്? അതായത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം, ഈ 3 കാര്യങ്ങളുണ്ട് അല്ലേ. സോ ഇതിൽ നിന്നാണ് ഇത് ആക്ച്വലി നമ്മുടെ എംബ്രിയോ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കുക. അവിടെ നിന്ന്, അതായത് ഓരോ ജേം ലെയറിൽ നിന്നാണ് നമ്മുടെ ഓരോരോ ഓർഗൻസ് ഡെറൈവ് ചെയ്ത് വരിക. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അതിൽ പറയുന്നത് CNS സ്പാസം കേട്ടോ, CNS സ്പാസം ആണ് നമ്മുടെ എക്ടോഡേമിന്റെ ജേം ലെയേഴ്സിന്റെ കോഡായിട്ട് വരിക, CNS സ്പാസം. അപ്പൊ C for
for central nervous system, S for skin, then P for peripheral nervous system, A for adrenal medulla, then S for salivary glands, and M for mammary glands. So ഇതാണ് നമ്മുടെ germ layers of ectoderm. എന്തൊക്കെയാണ്? CNS spasm, C for central nervous system, S for skin, P for peripheral nervous system, A for adrenal gland, S for salivary glands, and M for mammary gland. കേട്ടോ, mammary gland. Next, derivatives of germ layers of endoderm. Endodermന്റെ ഡെറിവേറ്റീവ്സ് ഏതൊക്കെയാണ്? അതിന്റെ കോഡാണ് ലൂബ്ര. എന്താണ്? ലൂബ്ര. L for liver and gallbladder. കേട്ടോ, L for liver and gallbladder. Then U for urinary bladder and urethra. Then B for bulbourethral gland, R for respiratory epithelium, then A for almost all endocrine glands except pituitary and adrenal cortex. അതായത് pituitary glandും adrenal cortexും പോയിട്ട് ബാക്കി എല്ലാ endocrine glandsഉം ഈ എൻഡോഡെർമിൽ നിന്നാണ് ഡെറൈവ് ചെയ്തു വരിക. അപ്പൊ ഏതാണ്? pituitary adrenal cortex എവിടെ നിന്നാണ്? മീസോഡെർമിൽ നിന്നാണ് pituitary adrenal cortexും ഡെറൈവ് ചെയ്ത് വരിക. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് germ layers of mesoderm ആണ്. അതിന്റെ കോഡ് എന്താണ്? BC SAM. അതായത് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ പേര് എന്താണ്? സാം. ഇനിഷ്യൽ എന്താണ്? BC SAM ആണ് മീസോഡെർമിന്റെ germ layers-ന്റെ ഡെറിവേറ്റീവ്. അപ്പോ B for bone, C for cardiovascular system and cartilage, S for spleen, A for adrenal cortex, and M for muscle. കേട്ടോ, എന്തൊക്കെയാണ്? B for bone, C for cardiovascular system and cartilage, S for spleen, A for adrenal cortex, and M for muscle. അപ്പൊ നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഡയമീറ്റേഴ്സ് ഓഫ് ട്രൂ പെൽവിസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് സാധാരണ ചോദിക്കുന്നതാണ്. ഡയമീറ്റേഴ്സ് ഓഫ് ട്രൂ പെൽവിസ് എല്ലാവർക്കും തെറ്റിപ്പോകുന്നതാണ്. സോ ഇത് നമുക്ക് കോഡ് വഴി എങ്ങനെ പഠിക്കാം? നമ്മൾ ഒറ്റ കാര്യം ഓർത്താൽ മതി. ഈ ഡയമീറ്റേഴ്സ് പറയുമ്പോൾ AOT കേട്ടോ, അതായത് A ആന്റീരിയർ പോസ്റ്റീരിയർ ഒബ്ലിക് ട്രാൻസ്വേഴ്സ് കേട്ടോ, ആന്റീരിയർ പോസ്റ്റീരിയർ ഡയമീറ്റർ ഒബ്ലിക് ട്രാൻസ്വേഴ്സ് താഴേക്ക് വരുന്നു. സൈഡിലേക്കാണെങ്കിലോ ഇൻലെറ്റ് കാവിറ്റി ഔട്ട്ലെറ്റ് വരുന്നു കേട്ടോ. ഇനി എന്താ ചെയ്യുക? 11, 12, 13 കേട്ടോ. അങ്ങോട്ട് റൈറ്റിലേക്ക് 11, 12, 13 എഴുതുക, മിഡില് 12, 12 എഴുതുക, താഴെയാണെങ്കിലോ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുക, അതായത് 13, 12, 11. സോ ഇതാണ് നമ്മുടെ ഡയമീറ്റേഴ്സ് ഓഫ് ട്രൂ പെൽവിസ് വരിക. വളരെ ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ രീതിയിൽ പഠിക്കാം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകുന്നില്ല, അല്ലാതെ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. നെക്സ്റ്റ്, ഇൻക്രീസ്ഡ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഏതൊക്കെ കേസിലാണ് വരിക എന്നുള്ളതാണ്. ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഇൻക്രീസ് ചെയ്ത് വരുന്ന ഏതൊക്കെ കേസിലാണ്? അതിന്റെ കോഡ് വരുന്നത് എന്താണ്? ടോൾഡ്. എന്താണ്? ടോൾഡ് ആണ് ഇൻക്രീസ്ഡ് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ. അപ്പൊ T for ടെസ്റ്റിക്കുലർ ട്യൂമർ, O for ഒബിറ്ററി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫീറ്റൽ ഡെത്ത് ആണ്. L for ലിവർ, അതായത് ഹെപ്പറ്റോമ ആണ്. D for ഡിഫക്റ്റ്, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ്. ഇതാണ് ഇൻക്രീസ്ഡ് ആൽഫ ഫീറ്റോ പ്രോട്ടീന്റെ കോഡായിട്ട് വരിക. T for ടെസ്റ്റിക്കുലർ ട്യൂമർ, O for ഒബിറ്ററി, അതായത് ഫീറ്റൽ ഡെത്ത്, L for ലിവർ, ഹെപ്പറ്റോമ, D for ഡിഫക്റ്റ്, അതായത് ന്യൂറൽ ട്യൂബ് ഡിഫക്റ്റ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, ഇതൊക്കെ സാധാരണ എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇന്ന് OBയിൽ നിന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 10 കോഡുകളാണ് പഠിച്ചത്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വളരെ നന്നായിട്ട് പഠിക്കുക, എക്സാമിനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും വിജയാശംസകൾ.